ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ്. പക്ഷേ ഇവിടെ സൂപ്പർ മഴ എന്ന് വെച്ചാൽ സൂപ്പർ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടിയിൽ പോകുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല, ഫ്രണ്ട് വശം ഒന്നും ശരിക്കും കാണത്തില്ല, അത് കൂട്ട് മഴയാണ്. നിങ്ങളിപ്പോ കണ്ടില്ല ഭയങ്കര മഴയാണ്. ആ സൈഡില് നന്ദിഗിൽസിന്റെ മറ്റേ മല ഉണ്ടോ, ഒരു സാധനം കാണത്തില്ല. പൈസ അങ്ങനെ ഞങ്ങള് നന്ദിഗിൽസിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഇവിടെ പൈസ വാങ്ങിച്ചില്ലല്ലോ. അതുകൊണ്ട് ചേർത്തല്ലേ നമ്മൾ താഴെ നിന്ന് മേടിച്ചു. ഓ അല്ല, ഇവിടെ നിന്ന് അടിച്ചാലും മേളിൽ പോകുമ്പോ പിന്നെ എടുക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് പോയ സമയത്ത് സൺറൈസ് വ്യൂ സമയം അല്ലായിരുന്നല്ലോ. എന്നാ കഴിക്കാൻ വല്ലതും പോയിരിക്കും. ഗൈസ് ഇവിടെ എല്ലാം മുന്തിരിങ്ങ വെച്ചിട്ടുണ്ട്. നമുക്ക് മുന്തിരിങ്ങയും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലേ പിങ്ക്, അകത്ത് പിങ്ക് കളർ ആണോ നോക്ക. ഇവിടെ മുന്തിരിങ്ങ ഗ്രേപ്സ് കിത്തന ദീദി ഏതാന്ന് ഇറങ്ങി ചോദിച്ചു. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ഇവിടെ പനിനീർ ചാമ്പയ്ക്ക കൂട്ടുള്ള എന്തോന്നൊന്ന് നോക്കണേടാ. ഒരെണ്ണ എന്നെങ്കിലും മുന്തിരിങ്ങയ്ക്ക് 100 രൂപ. ഇത് എന്തോ പനിനീർ ചാമ്പയ്ക്ക കൂട്ടുള്ളൊരു സാധനം, എന്തോന്ന് അറിയത്തില്ലേ. ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് തന്നതാ. അതിന് എത്ര രൂപയാടാ? നാട്ടിലെ ചാമ്പയ്ക്കാടെ ടേസ്റ്റ്. പക്ഷെ അത് വേണ്ട, അത് വേണ്ട. ഇത് നമ്മുടെ നാട്ടിലെ ചാമ്പയ്ക്കയില്ലേ, ചാമ്പയ്ക്കാടെ ടേസ്റ്റ്. പക്ഷെ വേറെ എന്തോ ഒരു പുഴുവോ ഉണ്ടായിരുന്നു. നിനക്ക് കിട്ടിയോ? ഒരു 2-3 എണ്ണം വാങ്ങിച്ചു. വേണോ? അല്ലേ വേണ്ട. ചില്ലി പൗഡർ അക്കൗണ്ട് ടേസ്റ്റ്. അതാണ് ഞാൻ ചാമ്പയ്ക്കാണ്. മുളക് പൊടിയും ഉപ്പും ഇട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മ അപ്പം ഇവിടുന്ന് ഞങ്ങൾ മുന്തിരിങ്ങായും ആ ചാമ്പയ്ക്കായും വാങ്ങിച്ചു. അവരെന്തോ പേര് പറഞ്ഞു അതിന്, എന്താന്ന് ജാമൂനും അങ്ങനെ എന്തോ പറഞ്ഞു. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, അത് kg-ക്ക് 200 രൂപ. അത് അകത്ത് പിങ്ക് കളർ ഉള്ളതില്ലേ അതിന്. ഇവിടെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക, ചെറുതായിട്ട് മഴ ചാറ്റിക്കൊണ്ടിരിക്കുന്നു. ചക്കൂനാണെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുഖം വളിപ്പിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഫോൺ കൊടുക്കട്ടെ കേട്ടോ. തന്നെ ഞങ്ങളുടെ ചക്കൂനാണ് മോന്തയും വളിപ്പിച്ചിരിക്കുന്നത്. ആ കാണുന്ന വലിയ മല കണ്ടോ? നമ്മൾ നന്ദി ഹിൽസിൽ കണ്ട മലയാണ്. കേറാൻ പോയത്, കേറിയത് നന്ദി ഹിൽസിന്റെ. ആ മലയൊന്നും ശരിക്കും കാണത്തില്ല, അത്രയ്ക്ക് മഴയാണ്. നല്ല സൂപ്പർ മഴയാണ് കണ്ടോ. ഞങ്ങക്ക് ഫുഡ് കിട്ടത്തില്ല, എന്ത് ചെയ്യാനാന്ന് പറ. നമ്മള് നന്ദി ഹിൽസിൽ നമ്മൾ രാവിലെ പൂരിയൊക്കെ കഴിച്ചിട്ട് കയറിയതാണ്. ഒരു 10-11 മണിയായപ്പോ അങ്ങോട്ട് അവിടെ കയറിയതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഐസ്ക്രീമും തിന്നു. പിന്നെ എന്താ തിന്നേ? ഒരു ലസ്സിയും കുടിച്ചു, ഒരു ഐസ്ക്രീമും കഴിച്ചത് മാത്രമേ ഉള്ളൂ. ചക്കുപ്പി ഞങ്ങള് കുടിച്ചില്ല. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോ 4:30 അവിടുന്ന്. എങ്ങനെ സമയം പോയെന്ന് നമുക്ക് അറിയില്ല. മഴ ചാറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോ ഉച്ചക്കത്തെ ഫുഡ് ഒന്നും ഇപ്പൊ എന്തായാലും 4:30. ഇനി ഞങ്ങൾ ഓർത്ത് എന്തെങ്കിലും സ്നാക്സ് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് എന്താ നമ്മള് രാത്രി നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ വലിയ വിശപ്പൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഐസ്ക്രീം ഒക്കെ കഴിച്ചതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ല. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോയതാണ്. എന്താണ് സ്ഥലത്തിന്റെ പേര്? ഭോഗനന്ദീശ്വര ടെമ്പിൾ. ഭോഗനന്ദീശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ആ ടെമ്പിൾ ഇതാണ്. ഇവിടെ ഒരു മോസ്ക് ഉണ്ട്, നമ്മുടെ പോലെ മോസ്കും തൊട്ടപ്പുറത്ത് അതേപോലെ തന്നെ. ഇവിടെ പക്ഷെ വലിയൊരു മോസ്ക് ആണല്ലോ മുമ്പേ കണ്ട. അപ്പൊ ആ മോസ്ക് അവിടെ പോയി. അത് വേറെ എവിടെ ഉണ്ട്? ഈ അമ്പലം കണ്ടോ ഗൈസ്? പണ്ടത്തെ അമ്പലം കേട്ടോ. ആ ഫ്രണ്ടിൽ ഒരു ക്ലോക്ക് ടവർ ഒക്കെ ഉള്ളേ.
അപ്പൊ ഇവിടെ വേറൊരു മോസ്ക് ഉണ്ടല്ലോ, അതെന്ത് എന്തോ അമ്പലമാണ് ഇത്? ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം, അടുത്ത സ്ഥലമാണ്. എന്താ ലോക നന്ദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. നന്ദി ഹിൽസിൽ നിന്ന് വരുന്ന വഴിക്കാണ്. ഒരു 10 മിനിറ്റേ ഉള്ളൂ നന്ദി ഹിൽസിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇതേപോലെ ഹംപി പോലിരിക്കുന്നല്ലേ ഈ ഫോട്ടോ കണ്ടിട്ട്. ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് ഇതാണ്, ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ആൾക്കാരൊക്കെ റോഡിൽ എന്തോന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്ന മൊത്തം. എൻട്രൻസ് എവിടെ? ഇവിടെ ഇടലാന്നാ. നമ്മുടെ ഇതാണ് ഭോഗി നന്ദീശ്വര ടെമ്പിള്. ഭോഗ നന്ദീശ്വര ടെമ്പിള്. അതിന്റെ റോഡിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. എന്നിട്ടും ഒരു പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. എന്തോ പറഞ്ഞ് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് പൈസ വാങ്ങിച്ചു. എത്ര രൂപയായിരുന്നു? 50 രൂപ. ഇവിടെ ആണെങ്കിൽ ഒത്തിരി ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഓടി നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എന്താ മഴ പെയ്തെല്ലാം അളിഞ്ഞു കിടക്കും, ആയതുകൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. മുത്തിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഈ അമ്പലത്തിൻ്റെ പേര്. രഥമൊക്കെ കണ്ടോ. മുത്തിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഈ അമ്പലം. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ നന്ദി ഹിൽസിൽ പോയി കുറേ വട്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഈ അമ്പലത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. മുത്തു ചെരുപ്പ് ഇവിടെ ഊരിയിടുന്നെന്ന് തോന്നുന്നു. അകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഊരിയിടാൻ. ചള്ളയല്ലേ ചെരുപ്പ് ഇവിടെ. പൈസ ഉണ്ടോ? ചേഞ്ച് വല്ലോ? ഇതെന്തോടെ ഒരു രഥം പണിതോണ്ടിരിക്കും. ഇതാണ് അമ്പലം കേട്ടോ. ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ? ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ആരെടുത്തു? ആണോ? എങ്ങോട്ടായി പോകുന്നേ? അവിടെ ചെരുപ്പ് ഊരി കൊടുക്കണം ഗൈസ്. ചെരുപ്പ് ഇടാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. ഇവിടെ ചപ്പൽ വെക്കുന്ന സ്ഥലമായിരുന്നു. 20 രൂപയാണ് ചപ്പൽ വെക്കുന്നതിന്. അങ്ങനെ ഇനി ഞങ്ങൾ ഇവിടെ പക്ഷേ മഴയൊക്കെ പെയ്ത് അളിഞ്ഞിരിക്കുകയാണ്. ചെരുപ്പിടാതെ ഇതിലേ നടക്കണം. കാല് ഫുള്ളി ചള്ളയാകും. ഇതാണ് അമ്പലം. നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ കല്ലും കൊണ്ട് രഥത്തിൻ്റെ വീല് കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ പഴയ രഥങ്ങളൊക്കെ ഇരിപ്പുണ്ട്. മൊത്തം ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി ഗൈസ്. ഇതാണ് അമ്പലത്തിന്റെ അകവശം കേട്ടോ. ഇത് അമ്പലത്തിന്റെ അകമായിരുന്നു കേട്ടോ. ഞങ്ങൾ അകത്ത് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഭോഗനാഥേശ്വര അമ്പലത്തിൻ്റെ ഉൾസൈഡ്. നമ്മുടെ പ്രതിഷ്ഠ ഇരിക്കുന്നിടത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അവിടെ ഇനി എടുത്തിട്ട് വല്ല പ്രശ്നമായാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. ഇവിടെ ഒരു വെട്ടവും പിടിച്ചൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്. ഫുള്ള് കല്ലാണ്. ചക്കു ആണെങ്കിൽ അമ്പലത്തിൻ്റെ മുറ്റത്തൂടെ ഓടി നടക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ എന്താ മഴ ചാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ഇതായിട്ട് കിടക്കുന്നത്. ഇതാണ് അമ്പലം. അതുകൊണ്ട് അവിടെ വേറെ ആൾക്കാർ വീഡിയോ എടുക്കുന്നു. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നു. ഫുള്ള് കല്ലും കൊണ്ടുള്ള അമ്പലം കേട്ടോ. അതിൻ്റെ അകത്തോട്ട് എന്താണ്ടുണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. ചക്കു തോണ്ട് അവിടെ പോയി എന്താണ്ടേലും. ഇവിടെ എന്താണോ അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ചക്ക വിളിക്കുന്നു. നോക്കട്ടെ എന്തുവാന്നേ. ഇവിടെ എന്തോന്നറിയില്ല ഗൈസ്. ഇവിടെ എല്ലാവരും പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. അടിയിലോട്ട് എന്തോ വെള്ളമാണെന്ന് തോന്നുന്നു. എന്താ കുളം കൂട്ട്. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ പ്രതിഷ്ഠ ഇടിക്കുന്നതിന് അവിടുത്തെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഇപ്പം ഞങ്ങളൊന്ന് വലം വെക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എല്ലാവരും നിന്ന് എല്ലാ സൈഡിലും നിന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെയാണ്. ഞങ്ങളും അത് തന്നെ കണ്ടോ.
അവിടെ അങ്ങ് ആ മലയുടെ അവിടെ നിന്ന് ഫോഗ് അടിക്കുന്നാണ്ടോ, ഫോഗ് കണ്ടോ. ഞങ്ങൾക്ക് നന്ദി ഹിൽസിൽ പോയിട്ട് പോലും കാണാൻ പറ്റില്ല, എന്തായാലും ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. ബാ ചക്കു വാ, അങ്ങനെ ബാ ചക്കു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി. തൊഴുത് എന്നല്ല, കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ എന്തോ ഈ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്ന ഒരു അമ്പലമാണിത്. അതുകൊണ്ട് ഫുള്ള് കല്ലിലൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. എനിക്ക് പറ്റുന്നിടത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ചില ഭാഗത്തൊക്കെ എനിക്ക് തന്നെ ഒരു പേടിയുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ആ മലയിൽനിന്ന് ഫോഗ് പോകുന്നുണ്ടോ. അങ്ങനെ ഞങ്ങളിനി ഇറങ്ങും. ഇനി റോഡിൽ, മെയിൻ റോഡിലാണ് വണ്ടി ഇട്ടേക്കുന്നത്, വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഇനി അവിടെ പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് പോട്ടെ. ഒത്തും ചക്കും മുമ്പിൽ പോയി. ചക്കു ചെരുപ്പ് ഇട്ടിട്ടില്ല. ചക്കുവിൻ്റെ ചെരുപ്പിലാണ് ഈ കാലേ ഫുള്ള് ചള്ളയായി, അതുകൊണ്ട് ചക്കു ചെരുപ്പിട്ടില്ല. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ടും കൂടെ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് ഇനി പോവുകയാണ്. ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ ഭയങ്കര കാറ്റ്, അതാണ് എൻ്റെ മുടിയെല്ലാം പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത സ്ഥലത്തെ വീഡിയോ നമ്മൾ അടുത്ത സ്ഥലത്ത് വരുമ്പോൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.